CBI അന്വേഷണത്തെ എതിർത്ത സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബം. സർക്കാർ നിലപാട് ദുരൂഹമെന്നും മകൾക്ക് ചികിത്സ കിട്ടാൻ വൈകിയെന്നും പോലീസ് അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും കുടുംബം ആരോപിച്ചു. വിധിക്കെതിരെ അപ്പീൽ നൽകും. വന്ദന കേസ് CBI അന്വേഷിക്കേണ്ടതില്ലെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി കുടുംബം രംഗത്തെത്തിയത്. സർക്കാർ CBI അന്വേഷണത്തെ എതിർത്തതിൽ ദുരൂഹതയുണ്ടെന്ന് ഡോക്ടർ വന്ദനയുടെ പിതാവ് മോഹൻദാസ് ആരോപിച്ചു. മകൾക്ക് ചികിത്സ ലഭിക്കാൻ വൈകിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ആശങ്കകൾ ചെവികൊണ്ടില്ല എന്നും പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും പിതാവ് പറഞ്ഞു. 4 മണിക്കൂറിലധികം എൻ്റെ മോൾക്ക് ഒരു ചികിത്സയും കിട്ടിയില്ല. അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് ഉപരം മെഡിക്കൽ കോളേജ്, വലിയ മെഡിക്കൽ കോളേജ് അറിയാമല്ലോ, അവിടെ നിന്ന് കൊണ്ടുപോയാൽ കൊച്ചിൻ്റെ ഒരു ചികിത്സ കിട്ടുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടായില്ല. അങ്ങനെ മരണത്തിനുള്ള ഒരു സംഗതി ഉണ്ടാകുന്ന പറഞ്ഞാൽ ഹാർട്ടിനുണ്ട് അപകടം ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ടിലുണ്ട്. CBI എൻക്വയറി ഉണ്ടെങ്കിലേ ഉള്ളൂ. അതിനകത്ത് വേറൊരു ഏജൻസി, ഇപ്പോൾ ഇവിടെ ഒരു ഏജൻസി അന്വേഷിച്ചാലും ഈ പറഞ്ഞേക്കുന്ന ഇതല്ലേ ഉള്ളൂ പോലീസ് അന്വേഷിക്കുന്നത്. സർക്കാരിനൊരു ബുദ്ധിമുട്ട് വരുന്ന കേസുകൾ ഇതൊന്നും വരുന്നില്ല. കോടതി തന്നെ പല പ്രാവശ്യം ചോദിച്ചു, ആദ്യമൊക്കെ പല ജഡ്ജിമാരും ചോദിച്ചു, എന്തിനാണ് സർക്കാർ ഇതിനെ എതിർക്കുന്നത്. ആശുപത്രി സംരക്ഷണ ബില്ല് പാസാക്കാൻ മകളുടെ രക്തസാക്ഷിത്വം ഉപയോഗിച്ചു. ആരോഗ്യമന്ത്രിയും IMAയും സഹപ്രവർത്തകരും പിന്നീട് വിവരങ്ങൾ അന്വേഷിച്ചില്ല. കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിനാവാം CBI അന്വേഷണം സർക്കാർ എതിർത്തതെന്നും മോഹൻദാസ് ആരോപിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിലുണ്ടായ ഒരു കൊലപാതകമാണ്. പോലീസ് എന്നത്തെ കക്ഷിയല്ലേ എന്നാണ് ഞാൻ എല്ലാവരും അറിവുകളിൽ പറയുന്നതും ഇങ്ങനെ പലരും പറയുന്നത്. അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന് പലരും ഞാനിപ്പോൾ സംശയിക്കുകയാണെങ്കിൽ തെറ്റു പറയാൻ പറ്റും ആർക്കെങ്കിലും. അതുപോലെ ആശുപത്രിയുള്ളവരെ ഈ IMAക്കാരെയൊക്കെ സംരക്ഷിക്കാനായിരിക്കും. വന്ദനയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന് ആവർത്തിച്ച പിതാവ് വാർത്താ സമ്മേളനത്തിനിടെ പലതവണ വികാരാതീതനായി. ആ ഒരു ഡോക്ടറിന്റെ കയ്യെ പിടിച്ച് മോള് പറയുന്നത്, ഡോക്ടറെ എന്നെ രക്ഷിക്കണം, എൻ്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ മാത്രം, എന്നിട്ട് പോലും അവരാരും ഒന്നും ചെയ്തില്ല. ഇതൊക്കെ സത്യമുള്ള കേസുകളാ, അല്ല കള്ളത്തിനല്ല. ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആശ്രയമുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് സാധാരണക്കാരാ. അങ്ങനെ അവിടെ ഒരു ആഗ്രഹം കൊണ്ട് അതങ്ങനെ ആക്കിയതാണ്. നമുക്ക് കൊന്നുകളഞ്ഞതാ, അല്ലാതെ എല്ലാവരും കൂടി കൊന്നുകളഞ്ഞതാ. ജനം, കോട്ടയം.